ഇന്നൊരു കല്ലുമ്മക്കായ് നിറച്ചത് എങ്ങനെയാ ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇതാണ് കല്ലുമ്മക്കായ്. ഇതെങ്ങനെയാന്ന് പോലും അറിയാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പൊ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഞാൻ ഈ വീഡിയോ. അതിനു വേണ്ടി ഇത് നമുക്ക് കല്ലുമ്മക്കായ് വാങ്ങിച്ചുകൊണ്ടാണ് അതിങ്ങനെയാ ഉണ്ടാവുക കേട്ടാ. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യണം, കുറേ പണിയുണ്ട് കല്ലുമ്മക്കായ്ക്ക്. പിന്നെ അതിനുവേണ്ടി നമുക്ക് ഇതിന് ഉള്ളിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ടുള്ള അരി ആദ്യം നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ 1 കിലോ കല്ലുമ്മക്കായാണ് ഞാനിവിടുന്ന് വാങ്ങിച്ചത്. അതിനുവേണ്ടി ഞാൻ 3 ഗ്ലാസ് പൊന്നി റൈസ് എടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ മെഷർ എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ്, ഈ ഇതുപോലൊരു ജസ്റ്റ് ഒന്ന് അധികം വെട്ടി തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിള വരുമ്പോ നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഫുള്ള് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കാം. ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു 2 or 3 hour സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ കല്ലുമ്മക്കായ് എങ്ങനെയാ വൃത്തിയാക്കുന്നത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നാട്ടിലെല്ലാണെങ്കിൽ ഇത് മറ്റേ പണ്ടൊക്കെ അങ്ങനെയാണ്, ഇപ്പൊന്നല്ല. പണ്ട് നമ്മൾ ഈ അലക്കുന്ന കല്ലിലെല്ലാം ഇട്ടിട്ട് ഉരക്കുക ചെയ്യാനിത്. ഇതിപ്പോ അങ്ങനെ കച്ചറൊന്നും ആവുന്നില്ല. പണ്ടെങ്ങനെ ഒന്നല്ല, ഭയങ്കര കച്ചറായിട്ടേ വരാ. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടുന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി മതി. ഇതിന്റെ ഇവിടെ ഇങ്ങനെ ചിലതിന് മാത്രം ഇങ്ങനെ ഇതുണ്ടാവും, ബാക്കിയെല്ലാം നമ്മൾ കത്തി കൊണ്ടാക്കാം. എന്നിട്ട് ഇങ്ങനെയാണ് ഇത് വൃത്തിയാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഫുള്ള് വൃത്തിയാകുന്നവരെ നോക്കാം. ഇതങ്ങനെ എല്ലാ കല്ലുമ്മക്കായിനെ കത്തി കൊണ്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് വേറൊരു വെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് അതിനെ തുറക്കണം കത്തി കൊണ്ട് തന്നെ. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഇതിനുള്ള അരി നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ, അതൊന്ന് അരച്ചെടുക്കണം. ജീരകവും ഉള്ളിയും തേങ്ങയും ഇട്ടിട്ട് പിന്നെ അതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അരി അരച്ച് വെച്ചല്ലേ നമ്മൾ ഈ പകുതി ഇത് ഇറക്കാന്ന് ഇതിന് പറയാ. ശരിക്കും നാട്ടില് കല്ലുമ്മക്കായ് ഇറക്കൽ എന്നാ പറയാ. അപ്പൊ ഇറന്നിട്ട് പിന്നെ പകുതി ഇറന്നാൽ നമുക്ക് എന്താക്കാം, വേഗം അരി അങ്ങ് നിറച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ബാക്കി വീണ്ടും ആ സ്റ്റീം അത് വേവുന്ന സമയത്ത് ബാക്കി നമുക്ക് ഇറന്നാ മതി. എളുപ്പപ്പണിക്ക് ഇപ്പം നാട്ടിലെല്ലാകുമ്പോ ഓരോ കല്ലുമ്മക്കായ് നിറക്കാൻ ഒരാള്, കഴുകാൻ ഒരാള്, ഇറക്കാൻ ഒരാള്, അങ്ങനെയാ. കഴുകാൻ ചിലപ്പോ ക്ലീൻ ആക്കാൻ ഒരാള്, അങ്ങനെയാ ഉണ്ടാവുക. ഇവിടെ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നോണ്ട് എളുപ്പപ്പണിക്കാണ് ഞാൻ ഇത് പറയുന്നത്. കുറച്ച് പകുതി ഇറന്നിട്ട് വേഗം അരി നിറച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കാം. എന്നിട്ട് അത് വേവുന്ന സമയത്ത് ബാക്കി ഇറക്കാന്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞ ശേഷം അരി ഇറക്കാൻ നോക്കാം. ഓക്കെ, ഇതങ്ങനെ നമ്മൾ സോക്ക് ചെയ്ത അരി മൊത്തം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ട സാധനങ്ങള് ഞാനിവിടെ 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നതാ. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി, പിന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണ് വലിയ ജീരകം, പെരിഞ്ജീരകം, പിന്നെ ഇതുപോലത്തെ ഇവിടെ കിട്ടുന്ന 2 തേങ്ങയില്ലേ, 2 തേങ്ങ വെച്ചാൽ നാട്ടിലെ ഒരു തേങ്ങ, ഇവിടുത്തെ 2 പാക്കറ്റ് തേങ്ങ, അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഫസ്റ്റ് ഈ തേങ്ങയും ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് അരക്കാൻ ആദ്യം ഫസ്റ്റ്. ഈ വെളുത്തുള്ളി ചേർക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ കല്ലുമ്മക്കായിൽ എന്തെങ്കിലും പിന്നെ എന്താ പറയാ, എന്തെങ്കിലും ചിലപ്പം വയറ്റിന് ചിലപ്പം പിടിക്കാത്ത അങ്ങനെയായിട്ടുണ്ടെങ്കിൽ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാ വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കുക, ഇഞ്ചി ചേർക്കുക, പിന്നെ എന്താ പറയാ, ചില ആൾക്കാര് മഞ്ഞൾ ചേർക്കും.
അപ്പൊ മഞ്ഞ കളറാണ് ഉണ്ടാവുക. ഞാൻ ഒന്നും ചേർക്കലില്ല. ഞാൻ ഈ വെളുത്തുള്ളിയും ഉള്ളിയും ജീരകവും തേങ്ങയും കൂടെ ചേർക്കാറുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ബാക്കി ഇതിന്റെ കൂടെ അരിയും കൂടെ ഇട്ടിട്ട്, അരി എങ്ങനെയാ അരക്കണമെന്ന് വെച്ചാൽ നല്ലോണം ഇതാവണ്ട, ഒരു തരിതരി പോലുള്ള ആ ഒരു പരുവത്തില് അരച്ചെടുത്താൽ മതി. ഓക്കെ, ഞാനിതാ ഇവിടെ ജീരകവും ഉള്ളിയും തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച അരിയില്ലേ അതെടുത്തിട്ട് അരച്ചെടുക്കാം. ഓക്കെ, അത് പിന്നെ ഒരു നല്ലോണം നേരണ്ട, മഷി പോലെ ആവണ്ട, കുറച്ച് തരിതരി പോലെ ആയിട്ട് കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കുക. അധികം വെള്ളവും ചേർക്കരുത്. പിന്നെ ചെറിയ ഗ്രൈൻഡർ, നാട്ടിലെല്ലാം ഇങ്ങനെ അമ്മിക്കല്ലിലും ഗ്രൈൻഡറിലെല്ലാം ഇങ്ങനെ അരക്കാണ്. ഇതിപ്പോ നമ്മൾ മിക്സിയിലായതുകൊണ്ട് എന്തായാലും കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആമീസ് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ്, കുറച്ചത് ചേർത്തിട്ടാണ് പിന്നെ അതിനെ ടൈറ്റ് ആക്കി എടുക്കുക. ഓക്കെ, ഞാനിത് അരി അരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാനിത് എല്ലാ അരിയും അരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ പിന്നെ നമ്മളെ ഗരം മസാല പൊടിയില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനാ. മറ്റേ ഗ്രാമ്പൂ, പട്ട, ഏലക്കൊന്നും അതിൻ്റെ ഒന്നും ഇതെല്ലാം ഇതിലുണ്ടല്ലോ. അപ്പോൾ ഒരു ടീസ്പൂണ് നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആമീസ് പൊടി അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന എന്താ ടേസ്റ്റി ഒരു അരിപ്പൊടിയില്ലേ അതായാലും മതി. അല്ലാതെ മറ്റേ പച്ചരിപ്പൊടി പറ്റില്ല കേട്ടാ, ഈസ്റ്റേണ്ടി അതിൻ്റെ ഒന്നും അത് പറ്റൂല. അല്ലാതെ കിട്ടുന്ന നമ്മൾ ആമീസ് പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ടേസ്റ്റി പത്തിരിപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അരിപ്പൊടി എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട്, ഇതിപ്പോൾ കുറച്ച് ലൂസിലാണ് ഞാൻ അരച്ചിരിക്കുന്നത്. മിക്സിയിൽ നമുക്ക് ഇങ്ങനെയേ കിട്ടുള്ളൂ. പിന്നെ ഒരു പ്രീതിയിലൊക്കെ ആണെങ്കിൽ, പ്രീതിന്റെ മിക്സിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടൈറ്റിൽ നമുക്ക് കിട്ടും. അതിൽ ശരിക്കും നമ്മൾ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമേ വരില്ല. അതിൽ തന്നെ നമുക്ക് കട്ടിയായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പിന്നെ ആമീസ് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞാനിതാ ആമീസ് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതാണ് ഇതിന്റെ പരുവം കണ്ട ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അരക്കുമ്പോൾ എന്ത് ചെയ്യണോ, നിങ്ങൾ ഉപ്പ് ചേർക്കണേ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അരി അരക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് ആമീസ് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ച അരിമാവാണ് ഇതിങ്ങനെ ഉണ്ടാവുക. നമുക്ക് ഈ കല്ലുമ്മക്കായന്റെ ഉള്ളിലേക്ക് നിറക്കണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം അരി അരച്ച് വെക്കുന്നത് എന്തിനാന്ന്, പകുതി ഇറന്നിട്ട് അത് വേവാൻ വെക്കുമ്പോഴേക്ക് അടുത്തത് ഇറക്കാം. പിന്നെ നമുക്ക് കല്ലുമ്മക്കായ് ഇറക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇനി നമുക്കിതെങ്ങനെയാ ഇറക്കുന്നതെന്ന് നോക്കാം. ഒരു കല്ലുമ്മക്കായ് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ തുറന്നിട്ടുണ്ടാവില്ല കേട്ടോ. ഞാനിത് ഇന്നലെ വാങ്ങി വെച്ചതായതുകൊണ്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ ഞാൻ ഒന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്, താഴെ ഫ്രീസറിൽ വെക്കാൻ പാടില്ല കേട്ടാ. അപ്പൊ താഴെ വെച്ചപ്പോ പിന്നെ ജസ്റ്റ് ഒന്ന് തുറന്നു വന്നതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് ഇറക്കാൻ പറ്റി. അല്ലെങ്കിൽ തുറക്കാൻ പറ്റാത്തതാണെങ്കിലില്ലേ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം വാങ്ങിച്ചിട്ട് ജസ്റ്റ് അപ്പൊ തന്നെ ആക്കും, അതിങ്ങനെ മൂടിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ, ഇവിടുന്ന് ഇങ്ങനെ കത്തി ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് അത് ഇങ്ങനെ ആക്കിയിട്ടാണ് അത് തുറക്കാൻ. ഓക്കെ, തുറന്നിട്ട് ഇങ്ങനെ ആക്കും. ചിലപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ബ്ലാക്ക് സാധനം ഉണ്ടാവും. ഇപ്പൊ ഞാനിവിടെ ഇതുപോലത്തെ ഒരു സാധനം ഇല്ലേ അതിവിടെ ഉണ്ടാവും. അത് കത്തി കൊണ്ട് എടുത്ത് മാറ്റണം. പിന്നെ ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് കിട്ടുമ്പോൾ ഇതിലൊരു പാമ്പൻ ഉണ്ട്. പാമ്പൻ എന്നാ പറയാനേ. പാമ്പൻ മീൻസ് നമ്മളെ ഈ ചെമ്മീന്റെ ഉള്ളിലെല്ലാം കിട്ടുന്നില്ലേ ഒരു സാധനം, അതുപോലുള്ള ഒരു സാധനം. ഇതാ കാണുന്നുണ്ടാ, ഇതാണ് ആ സാധനം. ഇതും കൂടെ എടുത്ത് മാറ്റണം. ഓക്കെ, എന്നിട്ട് നല്ലോണം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകുക. ഈ വെള്ളം കൊണ്ട് മാത്രമല്ല, ഇനി ഒരു വെള്ളം കൂടെ കഴുകൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ ഉണ്ടാവാൻ കേട്ടാ.
ഇങ്ങനെ ഫ്രഷ് ആണ് ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചത്, അതിനെ ഒന്നുകൂടെ പറയുന്നത്, ഇന്നലെ വാങ്ങിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി താഴെ വെച്ചു, ഫ്രിഡ്ജിന്റെ താഴെ, ഫ്രീസറിലല്ല. അപ്പൊ അതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടാണ് ഇവിടുന്നേ ആക്കും. ഇവിടുന്ന് ആക്കി ഇങ്ങനെ 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 തുറക്കും. ഓക്കെ, തുറന്നിട്ട് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇല്ലേ, ഇതാ ഇത്, ഈ സാധനം, ഇതിൻ്റെ ഇത്, അതിങ്ങനെ കത്തി കൊണ്ട് എടുത്ത് മാറ്റാം. ഇവിടെ സൈഡിലൊരു കീറൽ കൊടുത്താൽ ഇതിൻ്റെ ഇതാ ഇതും കിട്ടും, പാമ്പനും കിട്ടും. എന്നിട്ട് ഉള്ളിൽ വെള്ളം കൊണ്ട് കഴുകുക. ഈ വെള്ളം കൊണ്ട് മാത്രമല്ല, അടുത്ത വെള്ളം കൊണ്ട് കഴുകിയിട്ട് ആക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ കല്ലുമ്മക്കായും ആക്കിയിട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ ഞാനിതാ പിന്നെ പകുതി കല്ലുമ്മക്കായ ഇതാ ഇറന്നിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നിറക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അരി നിറക്കണ്ടേ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതെങ്ങനെയാന്ന് നോക്കാം. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇങ്ങനെ കല്ലുമ്മക്കായ കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇടണം കേട്ടാ. അരിപ്പയിലിട്ടാല് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉണ്ടാവും. അപ്പം വെള്ളം ഉണ്ടാവുമ്പം നമ്മൾ അരിയിലാവുമ്പോൾ അരി ലൂസാവും, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചാൽ വെള്ളം ഇങ്ങനെ താനെ ഉറ്റിപ്പോവും. ഇനി നമുക്കിത് നിറക്കുന്നത് എങ്ങനെയാ നോക്കാം. ഒരു ഇതുപോലത്തെ ഉരുള എടുക്കാനേ. ഞാനിവിടെ എല്ലാം കല്ലുമ്മക്കായ ഇല്ലേ, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിലിട്ട് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടാ. അപ്പൊ അതിന്റെ വെള്ളം എല്ലാം ഇതാവും. പിന്നെ ഞാൻ ഇതുപോലെ ഇതാ സൈഡിൽ ഇങ്ങനെ, ഈ പാത്രത്തിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ചത് കണ്ട. അപ്പൊ ഇങ്ങനെ വെച്ചാലും വെള്ളം തോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അരി നിറക്കുമ്പോൾ അരിയും കുറച്ച് ലൂസായി പോകും. ഇനി നമുക്കിത് എങ്ങനെയാ നിറക്കുന്നതെന്ന് നോക്കാം. നിറക്കാനിതാ ഇതുപോലത്തെ ഒരു ഉരുള എടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അരി നേരാൻ പാടില്ല, ഇതുപോലെ തരിതരി പോലെ പാടുള്ളൂ. കണ്ട, അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായി നിറച്ചു. ഒരെണ്ണം എടുത്ത് അരി എടുത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ മൂലയിലേക്ക് വരെ വരണം കേട്ടാ അരി. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് മാറ്റിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ മാറ്റാൻ. ഇപ്പം ജസ്റ്റ് അധികം തള്ളി ഉന്തി നിറക്കാൻ പാടില്ല കേട്ടോ. ഉന്തി നിറച്ചാലെന്ന് വെച്ചാൽ ഇത് വേകുമ്പോൾ എന്തായാലും ഓൾറെഡി കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് വരും, അപ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം നമുക്ക് നിറച്ചിട്ട് കാണാം. അങ്ങനെ ഞാൻ നിറച്ച് വെച്ച എല്ലാ കല്ലുമ്മക്കായും എടുത്ത്, ഇറന്ന് വെച്ച എല്ലാ കല്ലുമ്മക്കായും എടുത്തിട്ട് ഞാനിതാ നിറച്ചു. ഇനി നമുക്കിതെങ്ങനെയാ ഇത് വേവിച്ചെടുക്കാൻ നോക്കാം. വേവിച്ചെടുക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന്, പിന്നെ നമ്മളുടെ സാധാരണ സ്റ്റീം ചെയ്യുന്ന ഇതില്ലേ, പാത്രം ഇല്ലേ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ സ്റ്റീം ചെയ്യുന്ന പോലെ ചെയ്യാം. ഒരു ഇതാണ്. വേറൊന്നുള്ളത്, നമുക്കിത് പെട്ടെന്നാവും. മറ്റേതാകുമ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കേണ്ടി വരും അടുപ്പില്. വെന്തോ വെന്തിട്ടില്ലേ എന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷൻ ആവും, അങ്ങനെയൊക്കെ ആവും. ഇതാകുമ്പോൾ ഒരു പേടിയുമില്ല. പിന്നെ ഒരു കുക്കറിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കാൻ, എന്നിട്ട് അതിലേക്ക് നമ്മുടെ പിന്നെ ഇത് കിട്ടൂലേ, ഇങ്ങനെ ഇതുപോലത്തെ നമ്മൾ ടേബിളിലെല്ലാം കൊണ്ടേക്കുന്ന പാത്രം, ചൂടെല്ലാം വെക്കുന്ന പാത്രം ഇല്ലേ, ഈ റിങ്ങില്ലേ, അത് വെച്ചുകൊടുക്കുക. ഇത് കുറച്ച് വെള്ളം പറ്റുള്ളൂ, കൂടുതൽ വെള്ളം ഒഴിക്കാൻ കഴിയില്ല. കാരണം കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കല്ലുമ്മക്കായിലേക്ക് വെള്ളം കയറും. അപ്പം നമ്മളിങ്ങനെ ഒരു റിങ് വെച്ചുകൊടുക്കുക. ആ റിങ്ങിൻ്റെ മേലെ നമ്മളൊരു എന്തെങ്കിലും തളുകയോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റാ എന്തെങ്കിലും
എന്തെങ്കിലും വെക്കുക. ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പാത്രത്തിന്റെ മൂടിയാ ഉള്ളത്. ഞാൻ അത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്ത്, അതിങ്ങനെ വെച്ചുകൊടുത്ത്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കുക. ഇതാ ഞാനിപ്പോൾ നിറച്ച എല്ലാ കല്ലുമ്മക്കായ ഈ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കൂടുതലൊന്നും വെക്കാൻ കഴിയില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ചത് മൊത്തം ഇതിലേക്ക് കൊണ്ട് നമുക്കിത് പിന്നെ മൂടിയിട്ട് 4 വിസിലിടാൻ. 4 വിസിലിട്ടിട്ട് തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ തുറക്കാൻ പാടില്ല. ചൂടൊക്കെ അതിന്റെ വിസിലിന്റെ ഇതൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്നിട്ടെടുക്കുക. പിന്നെ ഇതിൽ വെക്കുമ്പം അടിയിൽ നമ്മൾ കമഴ്ത്തി വെക്കുക. മേലെ വെക്കുമ്പോൾ ഇതുപോലെ അരി മേൽഭാഗം വരുന്ന രീതിയിലും വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ നമുക്കിത് വേവുന്നവരെ കാത്തുവെക്കാം. ഈ വേവുന്ന ടൈമിൽ ഞാൻ ബാക്കിയുള്ളത് ഇറക്കട്ടെ നിറക്കട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ ബാക്കിയുള്ള കല്ലുമ്മക്കായും കൂടെ നിറച്ച് വെച്ചു. പക്ഷേ ഇത്രയും മാവ് ബാക്കിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ 3 ഗ്ലാസ്സാന്ന് തോന്നുന്നു പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഇനി 2 ഗ്ലാസ് എടുത്താൽ മതി. ചിലപ്പം വലിയ കല്ലുമ്മക്കായിലാവുമ്പം തികയാതെ വരും. അപ്പൊ എനിക്കിന്ന് കിട്ടിയത് ഒരു മീഡിയം സൈസുള്ള കല്ലുമ്മക്കായാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കി വന്നത്. അപ്പം എനിക്ക് ബാക്കി വന്ന പ്രശ്നമില്ല. നമ്മൾ ഈ മാവ് കൊണ്ട് നമുക്ക് കുറേ ഇതേ മാവ് കൊണ്ട് തന്നെ, സെയിം മാവ് കൊണ്ട് തന്നെ കുറെ ഐറ്റംസ് ഉണ്ടാക്കാം. കക്കറൊട്ടി, പുയിങ്ങല റൊട്ടി, അങ്ങനത്തെ നെയ്പത്തിരിയൊക്കെ ഈ മാവാണ്. പക്ഷെ വെളുത്തുള്ളി ഇടൂലെന്നേ ഉള്ളൂ കേട്ടോ. ഈ കല്ലുമ്മക്കായ ആയതുകൊണ്ടാണ് വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ബാക്കിയായാലും പ്രശ്നമില്ല. എന്നാലും പിന്നെ ഉള്ളത് കുറച്ചൊക്കെ ബാക്കിയായാല്, കുറച്ച് ബാക്കി വന്നാല് നമ്മൾ എന്താന്നാ ചെയ്യാന്, നമ്മളിതാ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു പിടി പോലെ ആക്കും. ഇതുപോലെ പിടി പോലെ ആക്കിയിട്ട് കല്ലുമ്മക്കായി വേവിക്കുമ്പോ ഇതുപോലെ ആക്കിയിട്ട് വെക്കൂ. എന്നിട്ട് എന്താക്കി കല്ലുമ്മക്കായി പൊരിക്കുന്ന പോലെ തന്നെ, കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും ഫ്രൈ ചെയ്തെടുക്കും. നല്ല ടേസ്റ്റ് അങ്ങനെ തന്നാനും. കുറച്ചൊക്കെ മാവ് ബാക്കി വന്നാലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാ. പിന്നെ നമ്മളുടെ ഇവിടെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കല്ലുമ്മക്കായ്ക്ക് ഇതാ വെന്ത് കഴിഞ്ഞു. 4 വിസിലിട്ടു. പിന്നെ വിസിലിന്റെ ഇതൊക്കെ പോയതിന് ശേഷം ഞാനിത് തുറന്നതാണ്. അപ്പൊ നല്ല വെന്ത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചൂട് പോയിട്ടൊന്നുമില്ല. ചൂട് പോകുന്നതിന് മുമ്പേ നമുക്കിതാ ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ മാറ്റി വെച്ചിട്ട് നല്ലോണം തണിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. മുളക്, മഞ്ഞൾ, ഉപ്പ്, പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കാണാം. കല്ലുമ്മക്കായന്റെ ചൂടെല്ലാം പോയി. ഇനി നമുക്ക് ഇതിന്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. തോട് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇതാ വന്ന് ചിലപ്പുണ്ട് പിന്നെ ഇതില് ഒട്ടിപ്പിടിക്കല്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു ആദ്യം എടുത്തതിന്റെ ഒരു തോടെടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇത് കണ്ട ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താല് ഇങ്ങനെ വന്നോളും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് നമ്മളെല്ലാം ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് പെരക്കി പിന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ എല്ലാത്തിന്റെ ഞാൻ തോട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുളക്, മഞ്ഞള്, ഉപ്പിട്ടിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളൊരു അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞള്, ഒരു 2 ടേബിൾ സ്പൂൺ മുളക്, 2 ടേബിൾ സ്പൂൺ മുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു ഹാഫ് ടീസ്പൂണ്, ഒരു 1 ടീസ്പൂണ് ഉപ്പിടാൻ. എന്നിട്ട് ഇത് വെള്ളമൊഴിച്ച് കലക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിടാ, അല്ലെങ്കിൽ ഇതന്നെ മതിയായിരിക്കും. ഞാൻ എന്താ ഇവിടെ വെള്ളമൊഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കലക്കി കൊടുക്കാം. ഓക്കെ, കലക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാ കല്ലുമ്മക്കായും ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി.
അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ ഈ ഇറച്ചി ഇതായി പോക്ക്. അപ്പോൾ ഇറച്ചി ഇതായി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനേ ഓരോന്നോരോന്ന് മുക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയാലും മതി. അങ്ങനെ ആക്കിയാലും മതി. അങ്ങനെയാകുമ്പോൾ നമ്മളെ ഈ കല്ലുമ്മക്കായിന്റെ അരിന്ന് ആ ഇത് ഇതില്ലേ ഇറച്ചി അത് വിട്ടു പോകൂല. ഓക്കെ, അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെയാ ചെയ്യല്. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇത് കുറച്ച് കട്ടി കൂടുതലാ മുളക്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഉപ്പ് നോക്കണം. ഞാൻ നോക്കി എന്റേത് ഇവിടെ കറക്റ്റാണ് ഉപ്പ്. അപ്പോൾ നമുക്കിത് നോക്കാം. ഞാനിതാ എല്ലാം മുളക് തേച്ച് വെച്ചു. മുളക് തേച്ച് ഞാനിവിടെ ഓയിൽ വെച്ച് ഒരു പാൻ വെച്ച് ഓയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് കല്ലുമ്മക്കായി ഓരോന്നിട്ട് കൊടുക്കാം. പിന്നെ അങ്ങനെ ഞാൻ ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ചൂടായിക്കൊണ്ടിരുമ്പോൾ അതിലേക്ക് കല്ലുമ്മക്കായി ഇടുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് തിരിച്ചു മറിച്ചോട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അധികം എന്താ പറയാ കറുമുറ ആവുന്നവരെയുള്ള ഫ്രൈ വേണ്ട. അങ്ങനെയാകുമ്പോൾ ആ കല്ലുമ്മക്കായിന്റെ ആ ടേസ്റ്റ് അങ്ങ് പോയി പോവും. ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് ഇതായാൽ തിരിച്ചു മറിച്ചോട്ടിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഓക്കെ, ഞാനിത് കാണിച്ചു തരാം. ഞാനിതെല്ലാം തിരിച്ചിട്ട് ഒരു സൈഡ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതിൽ നിന്ന് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാട്ടാ. ഓക്കെ, എണ്ണയിൽ കോരി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ല കറുമുറ പോലെ ഒരിക്കലും നിങ്ങൾ ഇതിനെ ഫ്രൈ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ പോലെ ഇതിൻ്റെ ആ ഒരു ഇപ്പൊ കാണുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഞാനിപ്പോ ഇത് പൊരിച്ചെന്നുള്ള കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അധികം കറുമുറയാൽ ഈ കല്ലുമ്മക്കായിന്റെ ആ ടേസ്റ്റ് അങ്ങ് പോയി പോകും. അതുകൊണ്ട് അങ്ങനെ ഇതാ ഞാൻ ഈ ആ കല്ലുമ്മക്കായി എല്ലാം പൊരിച്ചിട്ട് ഇതാ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ടിഷ്യൂലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെന്താ പിന്നെന്താ വെച്ചാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ മാസലാമ.